ഗൾഫ് സെക്ടറുകളിൽ സർവീസുകൾ വെട്ടിക്കുറച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫെബ്രുവരിയിൽ മാത്രം 22 സർവീസുകൾ വെട്ടിക്കുറച്ചു. ഇനിയിപ്പോൾ മനുഷ്യനൊന്ന് ഉംറക്ക് പോവാനും കൂടി വിമാനം ഇല്ലാതാവോ? എത്താൻകട പണി. ഞാൻ എത്ര നേരമായി ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചാർക്കണ് എത്തങ്ങൾ എന്നോട് പറഞ്ഞീനു. അപ്പൊ നബീസോ ഒരു ലേസം കട്ടൻ ചായ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? എത്ര നേരമായി ഞാൻ എന്നോട് പറഞ്ഞിട്ട്. കട്ടൻ ചായ ഇപ്പൊ നിങ്ങൾ കുടിച്ചിട്ടുള്ളൂ. അപ്പത്തിനക്ക് നാവ് ഒട്ടിയോ? പിന്നെ ഒരു ചായക്കായ ഇച്ചവിടെ 100 കൂട്ടം പണി ഉണ്ടായിനു. എനിക്ക് എന്നാ നബീസോ ഇവിടുത്തെ പണി തീരല്? എനിക്ക് 2 മരക്കളുണ്ട്. ഇവരൊക്കെ പണി എടുക്കണില്ലേ? പിന്നെ എനിക്കെത്താണ് മല മറിച്ചാന്? ആ മരൊക്കെ ഉണ്ടായാൽ ഇന്റെ പണിയൊക്കെ ഞാൻ തന്നെ എടുക്കണം. എത്ത് ചോദിച്ചാലോ എനിക്ക് കണ്ട് ഒരു കുത്തിക്കൂച്ചാനം കൊടുത്തല. നിങ്ങളെ ഇനി അതും ഇതും പറഞ്ഞിരിക്കണ്ട. ഇന്ന് നമ്മളെ അബ്ബാസേ കിണറിന് താനം നോക്കാനേ ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞിരിക്കണു. വയനാട്ടിലുള്ള ഒരാളാണ്. 5000 ഉറുപ്പ്യ ആവുന്നാ പറഞ്ഞിട്ടുണ്ട്. ഓനിപ്പേ 4 ആളെ 5 ആളായിട്ട് അവിടെ കൊടുന്നീല്ലേ? അന്ന് 2000 3000 ആയിരുന്നു. ഇപ്പൊ 5000 ആയോ? ഇത്ര വലിയ ഉസാറുള്ള എങ്ങായിയാ ഇയാള്? അയാള് നല്ല സ്ഥാനം നോക്കണ ആളാണത്ര. വള്ളം കാണാത്ത സ്ഥലത്തൊക്കെ വള്ളം കാണുത്ര അയാള് നോക്കിയാല്. അതാണാ പറഞ്ഞത് അബ്ബാസ്. 5000 ഉറുപ്പ്യ എടുത്തേക്ക് നിങ്ങള്. 5000 ഉറുപ്പ്യ എടുത്തേക്കിണ്ടീനല്ല നബീസു. എത്ര കായ് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞാണ് നാസാക്കിക്കുന്നു. ഇനിയിപ്പോ ഒരു 5000 കൂടി നാസാക്കേ. ഇതുകൊണ്ടൊന്നും ഒരു കാര്യം കിട്ടുമെന്ന് വെച്ച് തോന്നുന്നില്ല. ഇച്ചാണെങ്കിൽ ആ കോട്ടക്കലേ ആ ആര്യശാലയിലൊന്ന് പോകണ്ടിന്നു. ആ കാലിന്റെ മുട്ടിന്റെ തൈലം കഴിഞ്ഞേക്കണു. ഞാൻ ഒന്ന് പോയി വാങ്ങിക്കൊണ്ടാ. ഞാൻ അബ്ബാസിനെ സുക്കൂറിനെ ആരെയും കൂട്ടി പോവാൻ വിചാരിച്ചു. അതിപ്പോ ഇപ്പലൊന്നും കിട്ടൂല. അപ്പല അബ്ബാസ് ഇപ്പൊ ഏതായാലും പോരൂല. ഓനിപ്പോ അയാളെ കൊണ്ടുവരാൻ പോയില്ല. പിന്നെ സുക്കൂറല്ലേ പോരാള്. ഓന് ചെവി മടിയൊന്നും കേൾക്കൂല. അതിലേറെ ഗതി എടുങ്ങൾ ഓനായിട്ട് പോയാല്. അത് അതിനെക്കാട്ടിയും കഥയാണ്. ഓനേറ്റ് പോവാതിരിക്കാ നല്ലത്. എന്നാ തന്നെ ഒരു ദിവസം ഞാൻ ഓനേറ്റ് പോയിട്ടേ കോട്ടക്കലങ്ങാടിന്ന് റോഡ് മുറിച്ചടക്കാന് ഓനെ ഞാൻ വിളിച്ചിട്ട് ഓൻ കേക്കണ്ടേ? ഓനെ ഞാൻ തോണ്ടി വണ്ടി വരുന്നുണ്ടെന്ന് പറയേ. അജാതി പൊട്ടനാണ് ഓന്. ഓനെ ചെവിക്ക് അവിടെ നിന്ന് കാട്ടിക്കാണ്ട് അതിനോ സോക്കട് മാറ്റാൻ പറ്റിയില്ലല്ലോ. ഓനെന്തേലും പഠിക്കോയി കാണാം. അതേലും ശരിയാക്കാം. ഇപ്പൊ ഈ ചെവിന്റെ ഇവിടെ വെക്കണ ഒരു സാധനം ഉണ്ട്, കേക്കുവല്ലോ. എന്നാ അത് വെച്ചൂലേ? 10-25,000 ഉറുപ്പ്യ മുടക്കേണ്ടി വരും. കായ് മുടക്കാനും ഞാൻ മുടക്കേണ്ടി വരുമല്ലോ. എന്റെ മക്കള് പണിക്കോയി കണ്ട ഒരു 10 ഉറുപ്പ്യ ഉണ്ടാക്കി കൊണ്ടിരുന്നില്ലല്ലോ. ഇനിയിപ്പോ മക്കളെ കാര്യം പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. നിങ്ങളെ 8-കാലിന്റെ ബസ്സിനാണ് പൊയ്ക്കോളി. നിങ്ങള് ജീവിതം കജോളൊക്കെ അങ്ങനെ തിരക്കടില്ല ഓൽക്ക്. പിന്നെ എത്ര കബലൊക്കെ കാട്ടാന്നാവോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നിങ്ങളെ പോകുമ്പോത്തിന് ആ പൈസയും എടുത്തേക്കിട്ടാ 5000 ഉറുപ്പ്യ. അബ്ബാസ് വന്നാ ഇനി ഓനത് ചോദിച്ചു. നടക്കാൻ അടുത്ത് തരാം. 5000 എല്ലാത്തിനും ഞാൻ കായ് എന്നിട്ട് വേണ്ട നിങ്ങക്ക്. വലൈക്കും സലാം. എവിടേക്ക് പോവാൻ നിക്കണോ? കോട്ടക്കറ്റൊന്ന് പോണം. ഈ 8-കാലിന്റെ ബസ് വരുന്നുണ്ടല്ലോ, അതില് പോവാച്ചിട്ടാണ്. ആര്യശാലയിലൊറ്റേ കാലിന്റെ മുട്ടുമ്പോ തേക്കണ്ട ആ തൈലം കഴിഞ്ഞേക്കണു. അതൊന്ന് വാങ്ങാൻ വേണ്ടിട്ട് ഞാനും പോവാനുണ്ട്. പെണ്ണുങ്ങൾക്കേ ഓക്കി മുട്ടുവേദന എന്നല്ല, അത് തേച്ചിട്ട് വലിയ ആക്കുണ്ട്. ആക്കം തന്നെയാണ് അവിടുത്തെ മരുന്ന്. 3 മാസമായി ഞാൻ അവിടുത്തെ മരുന്ന് തേക്കൽ തുടങ്ങിയിട്ട്. അപ്പൊ അത് കജ്ജുമ്പോ ഇടയ്ക്കിടയ്ക്ക് പോയി ഒന്ന് കൊണ്ടുവരും. കുട്ടികളൊന്നും പറഞ്ഞാലേ ഓൽക്ക് അതിനൊന്നും ഒഴിവുണ്ടാവൂല. അല്ല അനക്ക് അവിടെ കോയൽക്കേറ് കളിച്ചില്ലേ? അതിലിപ്പോ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടോ? നല്ല വെള്ളല്ലേ. ആരാ താനം നോക്കിയത്? അതിപ്പോ ദത്തപ്പോന്റെ പേര് ഒരു മാസ്റ്റാണല്ലോ. അയാളാ പെരിയിലിപ്പേ കുട്ടികള് ഒരു 6 ആളായിട്ട് എന്റെ വലിയ ചെക്കൻ കൊടുന്നു. ഭൂമിയിൽ എവിടെയും വെള്ളമില്ലാന്നാ പറയേണ്ടത്. ഇപ്പൊ ഇന്ന് ഒരാളെ കൊണ്ടുവന്ന് പറഞ്ഞേക്കണു 5000 ഉറുപ്പ്യാണ് അവരോ. എന്നിട്ടിപ്പോ പെണ്ണുങ്ങളിപ്പോ ആ പൈസ മേടിച്ചു കഴിക്കന്ന്. ഇപ്പൊ ഇന്ന് വന്നിട്ട് എന്താണാവും? വെള്ളമില്ലാന്ന് പറഞ്ഞു പോയാല് അപ്പോഴും കൊടുക്കണം അവർക്ക് 2000. വെള്ളം കാണുമെന്ന് പറഞ്ഞാൽ കുറ്റടിച്ച് പോയാൽ 5000 കൊടുക്കണം എന്നാണ്. ഏതായാലും വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു. ഇന്ന് വരാന്ന് പറഞ്ഞേക്കണു. വെള്ളേ അള്ളാന്റെ എത്താണല്ലോ. നമ്മൾ ദ്വാരക്കുക താനം നോക്കാൻ വലിയ കയമ്പില്ലപ്പോ. അതൊക്കെ പറഞ്ഞാലേ കുട്ടിയാക്കാണ് വിശ്വാസമാവും. ഇത് ചെയ്തുകാണ്ട് കൊയലടിച്ചാലേ വെള്ളം കാണുള്ളൂ എന്നുള്ള അഭിപ്രായം. എന്റെ വല്യോനാണ് വല്ലാത്തൊരിത്. ഓനാണ് ഇപ്പൊ ഇതിന്റെ പിന്നാലെ നടക്കണ്ടേ. ചെറിയാന് ചെവിക്ക് കുറച്ച് കുറവാണല്ലോ. അപ്പൊ ഓൻ വല്ലാതെ ഇതിനൊന്നും ഇറങ്ങലില്ല. ഞാൻ വർത്താനം പറഞ്ഞ് നിൽക്കല്ല, പോയിട്ട് ചെറിയ ചുറ്റുപാടുണ്ട്. ഈ ചങ്ങായി വന്നിട്ടേ അങ്ങനെ വെള്ളമില്ല എന്നുള്ള വർത്താനം പറയുകയാണെങ്കിൽ അപ്പൊ ഞാൻ ഒരു അഡ്രസ്സ് തരുന്നുണ്ട്. അയാൾ പെച്ച് കളിച്ചോടത്തോളൊക്കെ എന്റെ കുട്ടികൾക്കൊക്കെ ഇപ്പൊ കളിച്ചല്ലോ, വെള്ളം കിട്ടിയിട്ടുണ്ട്. 2000 ഉറുപ്പ്യ കൊടുത്താൽ മതി. 2000 മതിയോ?
ആ മാസ്റ്റല്ലേ ആ അയാളെ നമ്പർ വെച്ചൊന്ന് തരുവോണ്ടി. ആയിക്കോട്ടെ, ഞാനിഞ്ഞ് പെരിയിലൊന്ന് കാട്ടി കൊടുത്തു നോക്കട്ടെ. ആയിക്കോട്ടെ. ആ പള്ളിക്ക് വരുമ്പോ ചെയ്യാം. ഞാൻ പോട്ടെ എന്നാല്. ആയിക്കോട്ടെ. അബ്ബാസേ, ഇത്ര നടക്കാണെങ്കിൽ നമുക്ക് വണ്ടി എടുക്കായിരുന്നല്ലോ. ഞങ്ങൾ അവിടെ ഹലാക്കിൻ്റെ ഒരു കുണ്ടുണ്ട്. നിങ്ങളെ വണ്ടിയാണെങ്കിൽ വലിയ വീതിയുള്ള വണ്ടി ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ വണ്ടി എടുക്കാണ്ടായിരുന്നത്. വണ്ടി ഇപ്പോൾ അവിടെ നിർത്തിക്കണില്ലേ? എൻ്റെ ടൈമാണ് ഈ പോണത്. ഇനി ഇവിടുന്ന് പോയാൽ എന്താ 4000 ഉറുപ്പ്യാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എൻ്റെ ഇപ്പം അവിടെ ഉണ്ടാവില്ല, എൻ്റെ അന്ത്രോനാണ് അവിടെ ഉണ്ടാവുക. ഓൻ ചെറിയൊരു നിരീശ്വരവാദിയാണ്. ഓൻ എന്തിനും തട്ടുതരം പറയും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. അത് നിങ്ങൾ മസാലക്ക് അനുസരിച്ച് പറഞ്ഞാണ്ടി. ആയിക്കോട്ടെ. 2000 എനിക്ക് തരിക, 2000 നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. ആയിക്കോട്ടെ. വേറെ ആരും ഉണ്ടാവില്ലല്ലോ അവിടെ? പിന്നെ ഉമ്മ ഉണ്ടാവുള്ളൂ. ഉമ്മാനെ എങ്ങനെയും പൊട്ടിച്ചാക്കാം. ആ നിങ്ങൾ നല്ല ഭക്തിയിലൊക്കെ നിൽക്കണം കേട്ടോ. അതൊക്കെ ഞാൻ നിന്നോളാം. പിന്നെ വെള്ളം നോക്കാനും കുറ്റിയടിച്ചാനേ വേറെ എവിടെ ഉണ്ടെങ്കിൽ പറയുകൊണ്ടേ, എനിക്ക് നല്ല കമ്മീഷൻ തരണ്ടേ. പൗതിയല്ലേ നമുക്ക് ഇതേമാതിരി 4000 ഉറുപ്പ്യക്ക് പറ്റൂല. എത്രയാണ് ഇപ്പം ചാർജ് കൂട്ടിയോ? 5-8 ഉറുപ്പ്യ വാങ്ങണം. 8 ഉറുപ്പ്യ അല്ലേ? ആയിക്കോട്ടെ, ഞാൻ പറയാം. അല്ല തങ്ങളെ, എനിക്കിപ്പോൾ ഇതേമാതിരിയൊക്കെ ഒന്ന് പഠിച്ചാലേ നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്ത് തിരിച്ചും പോയിക്കൂടെ? അതിന് പഠിപ്പിച്ചുതരാം, കുറച്ചൊക്കെ കഴിയട്ടെ. പെട്ടെന്ന് ഇപ്പോൾ നടക്കൂല. ഇതിന് ഇജാസിയത്ത് കിട്ടാണ്ട്. ഇതാണ് പെരട്ടോ, വലിയ പെരയുള്ളൂ. അതിൻ്റെ ഉപ്പാൻ്റെ അടുത്തേ അപ്പം അത് കുറച്ച് മുതൽ കിട്ടി പൈസ ഉണ്ടായിരുന്നു. അതിമാണ് പവർ എടുത്താണ്. ഞങ്ങൾ 2 ആമക്കളാണ്. ഞങ്ങളിങ്ങനെ അങ്ങനെ അല്ലില്ലായിട്ടേ ഉപ്പാൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഇഞ്ചിക്കാണ്ട് ജീവിച്ച് പോവുകയാണ്. മറ്റോ എപ്പോഴേലൊക്കെ പഠിക്കുകയുള്ളൂ. ഓനും അങ്ങനെ തന്നെയാണ്. ഉമ്മ ഉണ്ടാവുള്ളേ കാരം. മറ്റോ ചിലപ്പം കിടന്നുറങ്ങിയാൽ മൊബൈൽമ കളിച്ചേക്കാരം. മൊബൈൽമ കളിച്ചാണെങ്കിൽ അവനെ വിളിച്ചണ്ട. അതല്ലേ നമുക്ക് അങ്ങനത്തെ സീസാളൊന്നും നമുക്ക് പറ്റൂല. ഇമ്മ ഇമ്മ കിട്ടോ? ഉമ്മ നീ എന്താ വക്ക പണോ? ഉമ്മ ഇമ്മ ഇങ്ങോട്ട് കയറിക്കോളി. നിങ്ങൾ വയനാട്ടുകാരനാണെന്നാണ് ഞാൻ അവിടെ പറഞ്ഞേക്കേണ്ടത്. പറങ്കൂച്ചിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ ബൽക്കൊന്നും ഒരു നെലിയും ബലി ഉണ്ടാവില്ല. ശരി, അങ്ങനെ തന്നെ നിങ്ങൾ പറഞ്ഞ കേട്ടോ. ഞാൻ വെള്ളം എന്തെങ്കിലും കൊടുക്കാം. കുട്ടിനെ തോക്കിട്ടാ റബ്ബേ. ഏതേ കുട്ടി? അതിൻ്റെ പെങ്ങളെ കുട്ടിയാണ്. കുട്ടിക്കേ പിരി ലൂസ് ഉണ്ടാ? ലേശം കുറവാണ്. ചെറുപ്പത്തിൽ തന്നെ അങ്ങനെയാണ്. ഇന്റെ പെങ്ങളെ വലിയ ചെക്കനാണ്. ഇതിന്റെ താഴത്ത് 2-3 ഉണ്ട്. അപ്പൊ അവിടെ വികൃതി കാട്ടിട്ടേ ഇവിടെ വല്യമ്മാന്റെ അടുത്ത് കൊടുന്നാക്കിയതാണ്. ഇവിടെ കുട്ടികളോടൊക്കെ വികൃതി കാട്ടിക്കൊണ്ടാണ്. ഈ അറിയാത്തോല് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്വഭാവങ്ങളാ. അതേമാതിരി കല്ലെടുത്ത് എറിയും ചെച്ചു. നോക്കിക്കൊണ്ടി ഒന്ന് ആണ്ടും കൊണ്ട് നടക്കുമ്പോ തന്നെ നമ്മള് വേഗം നോക്ക. ഞാൻ പോരി സാധനമൊക്കെ എടുത്തീരാ? സോസ് ഇനിയിപ്പോ ചെരുപ്പിടാം. ഏത് ഭാഗത്തേക്കാ നോക്കണ്ടേ? ആ ഭാഗത്തേക്കാണ് ഇപ്പൊ പറഞ്ഞത്. സുക്കൂറേ, അവിടെ തങ്ങളാ കുറ്റിയടിച്ചാൻ വന്നിക്കൂടെ? അബ്ബാസും ഉണ്ട്. അന്നാണ് ഇറങ്ങി പോയേക്കാ പുറത്തേക്ക്. അവിടെ തങ്ങള് വന്നിക്കണു. പെങ്ങളോ? തങ്ങള് അബ്ബാസും ഉണ്ട് അവിടെ കുറ്റിയടിച്ചാൻ. അന്ന് ഇറങ്ങി പോയേക്കാ പുറത്തേക്ക്. വെള്ളം നോക്കാനാ? ഞാനൊന്നും പോണില്ല. എനിക്കതിൽ വിശ്വാസമില്ല. നിങ്ങൾക്ക് അറിയില്ലേ, ഓൻ വെറും തട്ടിപ്പാണ്. ഓൻ ഓരോരുത്തരെ കൊടുന്നുകാണ്ടേ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അബ്ബാസ്. എനിക്കത് അറിഞ്ഞിട്ടൊന്നല്ല. എന്നാലൊന്നിച്ച് പോയൊക്കെ. ഞാൻ പോയാക്കിക്കോളാം. ഇവിടെ ഒരു പാത്തി ഇരിക്കണോ തുമ്പില്ലാതാക്കി നിങ്ങള്. അനക്കൊന്ന് പണിച്ചടാ. ഇല്ലേ, ഇതാ കൊടുത്ത ഉസ്താദ്? തങ്ങളാണ്. തങ്ങളാ? നിങ്ങളെ പേരോടെ? ഞാൻ കുട്ടിയെ വയനാടാണ്. വളാഞ്ചേരിയോ? വളാഞ്ചേരി അല്ല, വയനാട്. ഓന് കുറച്ചേ ചെവി കുറവാണ്.
ഇവനും പെങ്ങളെ മോനാ? അല്ല, ഇതാണ് ഞാൻ പറഞ്ഞ അന്ത്രോന്. സുക്കൂറ് 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 എന്റെ പേര്. നിങ്ങൾ വയനാട് സുൽത്താൻ ബത്തേരി ഒക്കെ അറിയോ? ബത്തേരി അറിയോ? ആ കൽപ്പറ്റയിൽ എന്റെ ഒരു കൂട്ടുകാരുണ്ട് കൽപ്പറ്റ. ഞാൻ ബത്തേരി അർലുല്ലായിലാണ്. ആ ഒരു മോലയുടെ പേരാ അർദുല്ലായിയാ. അർലുല്ലായി എന്ന് പറഞ്ഞ അബ്ബാസെ അള്ളാന്റെ ഭൂമി എന്നാണ്. അതും കൂടി ഈ പൊട്ടനെ അറിയില്ല. ഓനത്ത് പഠിച്ചോനാണ്, ഓനത് ഇല്ലല്ലോ. നിങ്ങൾ നോക്കി നമുക്ക് നോക്കാം. ആ ഇതിപ്പോ എത്ര സെന്റ് സ്ഥലാ? ഇത് 38. പടിഞ്ഞാറ് ഏത് ഭാഗത്താ? ഞങ്ങൾ ആ ഭാഗത്തേക്കാണ്. അടച്ച റബ്ബേ, തെക്കടക്ക് തിരിയാത്ത ജാതിയാളുള്ളത്. ഇവിടെ ഉണ്ടാ ഞങ്ങളെ? ഇവിടെ ഒരു കരു കാണുന്നുണ്ട്. ഇവിടെ ആ തിരുമ്പി വെള്ളം പോകേണ്ട പൈപ്പുണ്ട്. നോക്കാം നമുക്ക്. ഒരു കണക്ക് വെള്ളം കാണാൻ നല്ലതേ. എന്താ പിന്നെ നമ്മൾ അവലും വെള്ളം ഉണ്ടാക്കി കൊടുക്കേണ്ട ആൾക്കാർക്കൊക്കെ. അത് ശരി. ഓനെ വെള്ളം കാണാതിരിക്കല ആവശ്യം. ഇമ്മ ഇവിടൊക്കെ കുറവാണെന്നാ പറയേണ്ടത്. ഞങ്ങള് വേറെ ആൾക്കാരെ കൊണ്ടുവരാ. നമുക്ക് കുളിച്ചൊന്നും വേണ്ടേ? വെള്ളം കിട്ടിയാലേ കുളിച്ചാൻ പറ്റുള്ളൂ. വെള്ളം കിട്ടിയാലല്ലേ കുളിച്ചാൻ പറ്റുള്ളൂ. കുളിച്ചലില്ലേ അബ്ബാസേ? ഒരു കുറ്റി എടുത്ത് തുറന്ന ഇവിടെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നല്ലോണം ഉണ്ടെങ്കിൽ അടിച്ചാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഒപ്പം ചീത്ത അറിയും. ഇവിടെ കാണണ്ടേ ഉണ്ടോ? ഒരു കല്ല് ഇവിടെ എടുത്തൊക്കെ തൽക്കാലം നമ്മൾ അവിടെ ഒക്കെ നോക്കട്ടാ. ആ ഈ കല്ല് മറക്കരുതിട്ടാ, തട്ടി മറിച്ചരുത് കല്ല്. ഞങ്ങളെ കുട്ടിയായിട്ട് വരുമെന്നാവോ? അതിന്റെ പോയിന്റ് കിട്ടണം. അതിന്റെ പോയിന്റ് കിട്ടണം. പോയിന്റ് കിട്ടണം. പോയിന്റ് ഇവിടെ നല്ല പോയിന്റ് ഉണ്ടെന്നാണ് പറയേണ്ടത്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ താത്ത, ഇത് പൊളിച്ചേണ്ടി വരുമല്ലോ. സംഗതി ഞാൻ കാണിച്ചു തരാം താത്ത. വരവ് ചെലവ്, വരവ് ചെലവ്. ഇത് ചെലവുമ്പേ അവസാനിക്കുള്ളൂ. ഇവിടെ ഭയങ്കര ചെലവല്ലേ? ആ തങ്ങള് പറഞ്ഞ മാതിരി തന്നെ ഇവിടെ അടുക്കളയിൽ ഭയങ്കര ചെലവാ, ഗ്യാസിനും വർഗിനും ഒക്കെ. വളരെ പെട്ടെന്നേ ഇത് പൊളിച്ച് കളയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പ്രയാസം വരും. ആ പൊളിച്ചണ്ട, അപ്പൊ ഞാൻ ശരിയാക്കി തരാം. ചെലവ് വരവ്, ചെലവ് വരവ്. ഇപ്പൊ വരവായില്ലേ? ഇപ്പൊ ചെലവ് കഴിഞ്ഞില്ലേ? ഇറങ്ങി പോടാ അവിടുന്ന്. നമുക്ക് ആവശ്യമില്ലാത്തതിനൊക്കെ ചെവി വെക്കൂ. അബ്ബാസേ, ഇത് എന്തിനാ ഇങ്ങനത്തെ ഓരോ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്? ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണ്. ഭൂമിന്റെ അടിയിൽ എല്ലായിടത്തും വെള്ളമുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ സർവേ നടത്തിയാലേ വെള്ളം എവിടെയുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അത് അങ്ങനെ നോക്കിയാ പോരെ? ഇയാള് നല്ല അറിവുള്ള മനുഷ്യനാണ്. ഇയാള് നല്ല അറിവുള്ള മനുഷ്യനാണ്. എത്ര അറിവ്? അയാൾക്ക് ഒരു അറിവില്ല. ഇത് എല്ലാരെ കൊണ്ടും കജ്ജും. ഇപ്പൊ അങ്ങോട്ട് വേറ്റ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇത് ഓരോരുത്തരും കൊണ്ടുപോകും. ഇപ്പാനോട് എന്ത് പറഞ്ഞാലും ഇപ്പൊ കേൾക്കൂല. ഇത് നിരീശ്വരവാദിയാണെന്ന് ഇപ്പാക്ക് അറിയും. ഇത് നിരീശ്വരവാദിയാണെന്നുള്ള ഇപ്പാക്ക് അറിയും. അയാൾ നല്ലൊരു തങ്ങളാണ്. വയനാട്ടിലൊക്കെ അയാൾക്ക് നല്ല പേരാണ്. അയാളൊക്കെ ആൾക്കാർ തെരഞ്ഞു നടക്കാണ് കിട്ടായിട്ട്. ഊര മുറിച്ചാനേക്കാരും തട്ടിപ്പെല്ലാം നടത്തുന്നുണ്ട്. പോരാ അവിടുന്ന്. മാടിയിൽ വന്ന വള്ളം കിട്ടുന്നത് കണ്ടോണ്ടി 4000 ഉറുപ്പിക കൊടുക്കണം അയാൾക്ക്. അങ്ങോട്ട് പോരെ. അബ്ബാസേ, ആ ഇവിടെ നല്ല വെള്ളം ഉണ്ടടാ. വെള്ളം ഞങ്ങളെ ഒരു കുറ്റി എടുത്താ. എന്താ തേങ്ങ കൈക്ക് നിൽക്കാത്തേ? വെള്ളം കൊണ്ടാണ്. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. തട്ടിപ്പോണ്ടല്ല. 2 കരുണ്ട് പോയിട്ട്. ഇവിടെ നിന്ന് അടിച്ച രണ്ടുപേരുണ്ടോ? 2 സ്ഥലത്തുനിന്ന് കരു. തേങ്ങ നിൽക്കണില്ല. വമ്പം വെള്ളമാണ്. താത്ത, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇവിടെ ഉണ്ട് ട്ടാ. നിങ്ങൾ ബേജാറാണ്ട. എത്ര അടിയിലൊക്കെ തങ്ങളെ കിട്ടും? 250 അടി. അതിന്റെ മേലേക്ക് നിങ്ങൾക്ക് കളക്കാൻ കഴിയൂല. വെള്ളം അത്രയും ഉണ്ടാവും പറഞ്ഞത്. ഒന്നും കൂടി അടിച്ചാളാ. ഞാൻ അടിച്ചോ. എനിക്ക് ഇങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല. ഇപ്പൊ വരുമ്പോ പറഞ്ഞാണ്ടി ഇപ്പാക്ക് വിശ്വാസം ഉണ്ടാവും. നമ്മളെ തൊടുവിലേ എത്ര ആൾക്കാർ വന്ന സ്ഥാനം നോക്കിയതാണ്. മൂപ്പര് നോക്കിയിട്ടാണ് വെള്ളം ഉണ്ട് എന്നേലും പറഞ്ഞത്. കളിച്ചിട്ടില്ലല്ലമ്മ, കളിച്ചു നോക്കാം നമ്മള്. അപ്പ അറിയാം. ആ അപ്പൊ അറിയാം. എനിക്ക് വേറെ സ്ഥലത്ത് പോകണ്ട്. ഞാൻ പോട്ടെട്ടാ. ആ ആയിക്കോട്ടെ.
ഉമ്മ പൈസ പൈസ ഉണ്ട്. നിങ്ങൾ വയനാട് ഓടാറിന് വയനാട് എവിടെ എനിക്ക് അറിയാം. ബത്തേരി ഇന്ത്യയിലെ കൂട്ടുകാരുണ്ട്. എല്ലായിടത്തും ഉണ്ടല്ലോ എനിക്ക് കൂട്ടുകാര്. എല്ലായിടത്തും ഉണ്ടല്ലോ കൂട്ടുകാര്. ജിന്നാമാരെ കൂട്ടുകാര്. മലപ്പുറം ജില്ലയാണ് നമ്മളെ നാട്. മലപ്പുറത്തെ ജില്ല. ചെയ്ത്താനോ ജിന്നയിക്കാരം. അതന്നെ. വല്ലാത്ത സൈസ് പൊട്ടനാ. എന്നാ അബ്ബാസെ പൈസ 5000 ഉറുപ്പ്യ ഉണ്ട്. വല്ലതും കുറക്കാൻ പറ്റുമോന്ന് ചോദിച്ചോക്കെ. ഇനിയത്തെ അമ്മ കുറക്കാൻ അയാൾ ഇവിടെ വന്നിട്ട് വെള്ളം കണ്ടേക്കണം. എത്ര ആൾക്കാരെ നമ്മളെ കൊടുക്കുന്നു? വെള്ളം കണ്ടിരുന്നോ? അതൊന്നും അയാളോട് പറയാൻ പറ്റൂല. അത് കൊടുത്താട്ടെ. ഞങ്ങൾ നിൽക്കി ഇത് 1500 500 കൂടി തങ്ങളെ ഞാൻ 2000 അല്ലേ ഞാൻ പറഞ്ഞ അബ്ബാസെ. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങളെ പെരേക്ക് കൊടുത്തിട്ടുണ്ടത്. അത് കുറക്കല്ല. ഇനി വേറെ ചാൻസ് ഉണ്ടാവുമ്പോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നൊരു 200 ഉറുപ്പ്യ വിളിച്ച് തരും. അത് മാത്രം ഇജ്ജ് പറയും. ഇതെന്നെ വണ്ടിക്കൂലിൻ്റെ ഒക്കൂല. ആ കാറേറ്റാ ഞാൻ പോകും. അല്ല പെങ്ങളെ മോടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടോ? ഇല്ല ഓനാട് ഔത്താണ്. ഈ ബൈക്കൊന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ല ഞങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളി. കല്ലെടുത്തൊരു മനുഷ്യനെ ഞാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. ഇതാടിയാ വള്ളം നോക്കണ്ട ആള് വന്നിക്കാണ്ട് കുറ്റിയടിച്ചത്. ഇപ്പ നിങ്ങളെ മൂത്ത മോ അബ്ബാസേ ഒരു തട്ടിപ്പ് തങ്ങളെ കൊടുന്നുകാണ്ട് കുറ്റിയടിച്ചാണത്. ഇവിടെ നിറച്ച് വെള്ളമുണ്ടെന്നാ പറഞ്ഞേ. അപ്പൊ നബീസോ ഇജ്ജ് ഇവിടെ ഉണ്ടായിന്നീരേ? 2 ഭാഗത്തുനിന്ന് കരു വരുന്നുണ്ടെന്നാ പറഞ്ഞത്. എത്തുമ്പോ മെരുവാ 2 വരുവല്ല കരുവാ. ചെവിയും കേക്കൂല എനിക്ക്. ഓന് ഏതായാലും ചെവി കേക്കൂലെന്നറിയാം. അന്റെ മൂത്ത മോ ആ കൈതണ്ടല്ലോ, ഓന് എല്ലാ വിവരവും ഉണ്ടല്ലോ. ഓ ഒരു തങ്ങളെ കൊടുന്നിക്കാണ്ട് കുറ്റിയടിച്ച് വെച്ചതാണല്ലോ ഇവിടെ. കോയൽ കേറിന് എത്ര വലുപ്പല്ല കൈതജ്ജ്. എത്ര കാലായിക്കണു ഈ പെരിയ താമസം തുടങ്ങിയിട്ട്. 2 കക്കൂസത്തെ വള്ളം ഇതീക ബെന്റ്. ഇത് നമ്മളെ കക്കൂസും കുറ്റല്ലേ? ആ വേറെ ആർക്കും അറിയില്ല എത്ര ആയിട്ടും. ഞാൻ അത് കൊളർത്തിട്ടില്ല. എന്നാല് അയാൾ തട്ടിപ്പാണ്. ഇങ്ങനത്തെ ആൾക്കാർ ഫുള്ള് തട്ടിപ്പേരാണ്. ഇതിലൊന്നും ഞമ്മക്ക് വിശ്വസിക്കാൻ പറ്റൂല. ഇത് അബ്ബാസിന്റെ പണിയാണ്. ഓ ഈ പേരും പറഞ്ഞുകൊണ്ട് 5000 ഉറുപ്പ്യ ഇമ്മാനൊക്കെ വാങ്ങിക്കൊണ്ടേക്കണം. ഇപ്പ ഓനെ പേരേക്ക് കടത്തരുത്. ഇതിന് തീരുമാനം ഉണ്ടാക്കാതെ. ചെവി കേട്ടിയെങ്കിലേ ഓൻ പറഞ്ഞൊരു വിവരമുണ്ട്. അനക്കും എന്റെ മൂത്ത മോൻ കൈതൊക്കെ ഇവന്റെ ബുദ്ധിയും കൂടി ഇല്ലല്ലോ നബീസോ. മനസ്സിന് എടങ്ങേറായി നയിച്ചുണ്ടാക്കിയ പൈസ ഇങ്ങനെ പോവല്ലോ റബ്ബേ.